The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi everyone, welcome back. Hope all of you are doing well, right? Okay. Today we are going to learn about a new topic, that is maxima and minima. Okay. The first topic is maxima, minima and points of inflection. Okay. In this section we are going to learn this much topic. The first topic is turning points, stationary points and critical points. The next topic is points of maxima and minima. Then local maxima and local minima. The next first derivative test. Okay, maximum or minimum values of various function using first derivative test. Okay, first topic is maximum value. Okay, definition: a function f of x which is defined on interval I is said to be have a maximum value in I if there exists a point A belongs to I such that f of a greater than f of x for every x belongs to I. Therefore, the maximum value is f of a and point of maximum value is called A. അതായത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഐ എന്നുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പോയിന്റ് നമ്മൾ ഐയിലൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു എ എന്നുള്ളൊരു പോയിന്റ് ബിലോങ്സ് ടു ഐ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ കണ്ടീഷൻ? എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എയുടെ വാല്യൂ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനേക്കാൾ ഗ്രേറ്റർ ദാൻ ആവാണ്. സോ എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ എലമെന്റ് ആണ്, ദാറ്റ് ഈസ് ബിലോങ്സ് ടു ഐ അല്ലേ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എ ഈസ് ദി മാക്സിമം വാല്യൂ. ഇപ്പൊ ഏത് പോയിന്റ് വെച്ചിട്ടാണ് മാക്സിമം ആയത്? എ എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട്. സോ ദ മാക്സിമം പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ ഈസ് കോൾഡ് ദി എ. എഫ് ഓഫ് എ ഈസ് ദ മാക്സിമം വാല്യൂ, എ ഈസ് കോൾഡ് ദി പോയിന്റ് ഓഫ് മാക്സിമ. ഓക്കെ, സോ നമുക്കിവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഗ്രാഫിൽ വരച്ചിട്ടുണ്ട് അല്ലേ. ദിസ് ഫംഗ്ഷൻ, ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഷോൺ ഇൻ ദ ഗ്രാഫ് ഈസ് ഡിഫൈൻഡ് ഓൺ ദ ഇന്റർവൽ -2 10 അല്ലേ. -2 തൊട്ട് 10 വരെയുള്ള ഒരു ഇന്റർവെല്ലാണ് ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഏതിലാണ്? സോ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. അതായത് ഏത് പോയിന്റിൽ 13 എന്നുള്ള പോയിന്റിൽ മാക്സിമം വാല്യൂ ഫോം ചെയ്തിരിക്കണം. ഓക്കെ, സോ മാക്സിമം വാല്യൂ ഈസ് 6 at the point 13. Okay, next topic is minimum value. Okay, f of x be a function which is defined on an interval I is said to have a minimum value in I. Then there exists a point A belongs to I such that f of a less than f of x for every x belongs to I. Okay, so minimum value is f of a and minimum point of minimum value is a അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് ഓഫ് എക്സ് ഉള്ള ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു ഇൻ ദ ഇന്റർവൽ ഐ അല്ലേ. എ ബിലോങ്സ് ടു ഐ, എ എന്നുള്ളൊരു വാല്യൂ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഐ ആണെങ്കിൽ എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എ ഈസ് ദ മിനിമം വാല്യൂ, എ ഈസ് ദ പോയിന്റ് ഓഫ് മിനിമ. ഓക്കെ, നമുക്കൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫും ഏത് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിരിക്കുക? -2 10 എന്നുള്ള ഗ്രാഫിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഗ്രാഫാണ്. സോ മിനിമം വാല്യൂ എന്ന് പറഞ്ഞു നോക്കൂ, -8 ആണ്. ഏറ്റവും കുറവുള്ള വാല്യൂ -8 ആണ്. ഏത് പോയിന്റിലാണ് -8 കിട്ടിയിരിക്കുന്നത്? അറ്റ് ദ പോയിന്റ് -2 അല്ലേ. സോ മിനിമം വാല്യൂ ഈസ് -8. ദ പോയിന്റ് ഓഫ് മിനിമം വാല്യൂ ഈസ് വാട്ട്? ദാറ്റ് ഈസ് -2. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റേഷനറി പോയിന്റ്സ്. ഓക്കെ, the points at which the slope of the tangent is 0 are known as stationary points. അതായത് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം f dash of a is equal to 0, a belongs to domain of f അല്ലേ. അപ്പം എൻ്റെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് എന്തായിരിക്കണം? 0 ആയിരിക്കണം.
Okay, so tangent drawn at a stationary point is parallel to the x-axis. ഇപ്പോൾ stationary point lode നമ്മൾ tangent വരയ്ക്കുകയാണെങ്കിൽ that is parallel to the x-axis. So from the figure we have to the stationary points are A, E, F, G are the stationary points. അല്ലെ, അതിലൂടെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അവിടുത്തെ ടാൻജൻസ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അതൊരു കർവാണ്. ഓക്കെ, കർവിലൂടെ വരയ്ക്കുന്ന പോയിന്റ്സിന്റെ ടാൻജൻസ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓർ പാരലൽ ടു ദി എക്സ് ആക്സിസ് ആയിരിക്കും. ദിസ് ഇസ് കോൾഡ് ദി സ്റ്റേഷനറി പോയിന്റ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഓക്കെ, so the points at which the slope of the tangent is 0 or the function is not differentiable are known as critical points. അല്ലേ, ഒരു ഫംഗ്ഷൻ നമുക്ക് നോട്ട് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്തായിരിക്കും? ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്കലി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0, എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു 0 or f is not differentiable at a. That means a belongs to domain of f. The graph may or may not have the tangent at a critical point. ആ ക്രിട്ടിക്കൽ പോയിന്റിലൂടെ നമുക്ക് ടാൻജന്റ് വരയ്ക്കാം അല്ലെങ്കിൽ വരയ്ക്കാതിരിക്കാം. എ ക്രിട്ടിക്കൽ പോയിന്റ് may or may not be a stationary point. So ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എന്തായിരിക്കാം? It will become a stationary points ആയിരിക്കാം. ഓക്കെ, സോ സ്റ്റേഷനറി പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എ എഫ് ജി ഇ എഫ് ജി ഒക്കെയാണ് സ്റ്റേഷനറി പോയിന്റ്സ് എന്നിവിടെ പറഞ്ഞു അല്ലേ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് 0 അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റും സ്റ്റേഷനറി പോയിന്റും മീൻസ് ഒരേ മീനിങ്ങിലുള്ളത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് ഓഫ് എയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓർ എന്ത് പറയാം? എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ് എ. അല്ലേ, എന്നുള്ള പോയിന്റ് ഡെറിവേറ്റീവ് നമുക്ക് 0 ആയി പോവില്ലേ? സോ ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അഗെയിൻ. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ദി ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ടേണിംഗ് പോയിന്റ്സ്. അല്ലേ, ഇപ്പോൾ നോക്കാം. ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഫംഗ്ഷൻ ചേഞ്ചസ് ഇറ്റ്സ് നേച്ചർ ഫ്രം ഇൻക്രീസിങ് ടു ഡിക്രീസ് or decreasing to increasing are known as turning points. അല്ലേ, അതായത് ഒരു ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ അതിൻ്റെ നേച്ചറിന് ചേഞ്ച് സംഭവിക്കുക. എങ്ങനെ ചേഞ്ച് സംഭവിക്കുന്നു? ദാറ്റ് ഈസ് ഇൻക്രീസിങ് ഫ്രം ഇൻക്രീസിങ് ടു ഡിക്രീസിങ് ഓർ എന്ത് പറയാം? ഡിക്രീസിങ് ടു ഇൻക്രീസിങ്. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ദി ടേണിംഗ് പോയിന്റ്സ്. അല്ലേ, അപ്പോൾ ഇവിടെ നോക്കൂ. ദ ടേണിംഗ് പോയിന്റ്സ് ആർ ബി, സി, ഡി, ഇ, എഫ്, ജി. അല്ലേ, അതൊക്കെയാണ് അവിടുത്തെ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ദ ഫംഗ്ഷൻ ചേഞ്ചസ് ഇറ്റ്സ് നേച്ചർ ഫ്രം ഇൻക്രീസിങ് ടു ഡിക്രീസിങ് അറ്റ് ബി, ഡി, ഇ. അപ്പോൾ ബി എന്നുള്ള ഫംഗ്ഷൻ നോക്കൂ, ഇങ്ങോട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡിക്രീസിങ് ആണ്. അവിടുത്തെ നേച്ചർ സംഭവിച്ച് ഇൻക്രീസ് നിന്ന് ഡിക്രീസിലേക്ക് വന്നിരിക്കും. അല്ലേ, ബി എന്ന് പറയുന്നത് സിയിലേക്ക് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ഡി എന്ന് ഇയിലേക്ക് എന്താ സംഭവിക്കുന്നത്? ഡിക്രീസിങ് ആണ്. അതുപോലെ എഫ് എന്ന് ജിയിലേക്ക് എന്താ സംഭവിച്ചു? ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇൻക്രീസിങ് ടു ഡിക്രീസിങ് ഏതൊക്കെ പോയിന്റിലാണ്? ബി, ഡി, ഇ എന്നുള്ള പോയിന്റിൽ അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ടു ഡിക്രീസിങ് ആണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സി എഫ് ജി. സിന്ന് ഇങ്ങോട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡിക്രീസിങ് ടു ഇൻക്രീസിങ്. അതുപോലെ എഫ് എന്നാണ് ഇ എന്നാണെങ്കിലോ ഡിക്രീസിങ് ടു ഇൻക്രീസിങ്. ഫ്രം ഹിയർ ഓൾസോ ഡിക്രീസിങ് ടു ഇൻക്രീസിങ്. സോ സി ഇ ജി ഈസ് ഓൾസോ ടേണിംഗ് പോയിന്റ്. ദ നേച്ചർ ഈസ് വാട്ട്? ഡിക്രീസിങ് ടു ഇൻക്രീസിങ്. Clear? Next topic is local maxima. Okay, a point A is called a point of local maxima if there exists an h greater than 0 such that f of a greater than f of x, f of a greater than f of x for every x belongs to a minus h comma a plus h. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത് ഇത്രയാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ഫോർ ദ വാല്യൂസ് ദാറ്റ് ആർ സ്ലൈറ്റ്ലി ലെസ് ദാൻ എ. അതായത് എയുടെ വാല്യൂ ചെറുതായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യണമെങ്കിൽ അവിടെ ചേഞ്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂനേക്കാൾ ഗ്രേറ്റർ ദാൻ ആവണം. എഫ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ മാക്സിമ. Okay, then it is decreasing for the values that are slightly more than a. അപ്പോൾ എയുടെ വാല്യൂ എന്ത് ചെയ്യണം? മോർ ദാൻ എ ആവുകയാണെങ്കിൽ അല്ലേ, ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ എയുടെ വാല്യൂ വലുതാവും തോറും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഇസ് ഡിക്രീസിങ് ഫോർ ദ വാല്യൂസ് ദാറ്റ് ആർ സ്ലൈറ്റ്ലി മോർ ദാൻ എ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലോക്കൽ മാക്സിമ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് ലോക്കൽ മാക്സിമ. ഓക്കെ, എയുടെ വാല്യൂ എക്സിൽ നിന്നേക്കാൾ എന്തായിരിക്കണം? ഗ്രേറ്റർ ആയിരിക്കണം. ഓക്കെ, സോ ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ഹിയർ ബി, ഡി, എഫ്. ബി, ഡി, എഫ് ഈസ് കോൾഡ് ദി പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. നെക്സ്റ്റ് ലോക്കൽ മിനിമം.
A point A is called a point of local minima if there exists an h greater than 0 such that f of a less than f of x for every x belongs to a minus h comma a plus h. അതായത് എഫ് ഓഫ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഈസ് കോൾഡ് ദി ലോക്കൽ മിനിമ. Okay, so f of x is decreasing for the values that are slightly less than a. Aയുടെ വാല്യൂ ലെസ് ദാൻ ആവുന്ന സമയത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇസ് ആൾസോ ലെസ്. Okay, then f of x is increasing for the values that are slightly more than a. Aയുടെ വാല്യൂ വലുതാവും തോറും ഗ്രേറ്റർ ആവും തോറും f of x is also slightly increasing. Okay, so points of local minima is here C, E, G is the point of local minima. In this case എന്തായിരിക്കും f of a യുടെ വാല്യൂ ലെസ് ദാൻ f of x ആയിരിക്കും. Okay, next one theorem, first derivative test. തിയറമാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് തന്നിട്ടുള്ള ഫംഗ്ഷൻ ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു തിയറമാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഈസ് അപ്ലൈഡ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഓർ ദ പോയിന്റ്സ് വിച്ച് ആർ നെയ്തർ ലോക്കൽ മാക്സിമ ഓർ ലോക്കൽ മിനിമ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ദി ലോക്കൽ മാക്സിമ ഓർ ലോക്കൽ മിനിമ ഓർ നൈദർ ലോക്കൽ മാക്സിമ ഓർ ലോക്കൽ മിനിമ. ഓക്കെ, ഇപ്പോൾ അവിടെ കണ്ടീഷൻസ് ടു അപ്ലൈ ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അല്ലേ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് എ ഫംഗ്ഷൻ എഫ് മസ്റ്റ് ബി ഡിഫൈൻഡ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ. തന്നിട്ടുള്ള ഫംഗ്ഷൻ ഏത് ഇൻ്റർവെല്ലോ ഡിഫൈൻ ചെയ്യാൻ പറ്റണം? ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ദ ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് അറ്റ് എ ക്രിട്ടിക്കൽ പോയിന്റ് എ ഇൻ ഐ. ഓക്കെ, ദ ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് ആയിരിക്കണം ഓരോ പോയിന്റ്, ക്രിട്ടിക്കൽ പോയിന്റ് എ ഇൻ ഐ. ഫസ്റ്റ് കേസ്, if the derivative of a function f changes sign from positive to negative in the neighborhood of the critical point A, then the point A is called the point of local maxima. നമ്മൾ എ എന്നുള്ളൊരു ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് ചേഞ്ച് സംഭവിക്കുകയാണ്. എങ്ങോട്ടുള്ള ചേഞ്ച് സംഭവിക്കുകയാണ്? പോസിറ്റീവ് നെഗറ്റീവിലേക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 1 എന്നുള്ളൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ ലെഫ്റ്റ് പോയിന്റും റൈറ്റ് പോയിന്റും ജസ്റ്റ് നമ്മൾ എടുക്കുക. 0.9 അതുപോലെ തന്നെ 1.1 ഉള്ള 2 പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന് ചേഞ്ച് സംഭവിക്കണം. ഫ്രം വേർ ടു വേർ? പോസിറ്റീവ് ടു നെഗറ്റീവ്. ആദ്യം പോസിറ്റീവ് കിട്ടും, പിന്നെ നെഗറ്റീവ് ആണ് കിട്ടണമെങ്കിൽ. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കിട്ടണമെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് കോൾഡ് ദി വാട്ട്? ലോക്കൽ മാക്സിമ. Okay, then a point A is called the point of local maxima if f dash of x greater than 0. Okay, that is x less than a and f dash of x less than 0. Okay, ഇത്രയേ ഉള്ളൂ. നമ്മൾ എഫ് ഡാഷ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണെങ്കിൽ വാട്ട് ഇസ് ദ കണ്ടീഷൻ? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, പക്ഷേ എക്സ് ലെസ് ദാൻ എ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതിന് ബി ഡി എഫ് ഇസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ഫ്രം ദിസ് ഫിഗർ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും ആ തിയറം എന്താ പറയണമെന്നുള്ളത്. ഓക്കെ, കേസ് 2, ഇഫ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് changes sign from negative to positive in the neighborhood of the critical point A, then the point of A is called the point of local minima. നമ്മൾ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ എ കൺസിഡർ ചെയ്തു, അതിൻ്റെ നെയ്ബർഹുഡ് പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഫ്രം വേർ ടു വേർ സൈൻ ചേഞ്ച് ചെയ്യണം അല്ലേ? സൈൻ ചേഞ്ചസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ് അതിൻ്റെ വാല്യൂ ചേഞ്ച് സംഭവിക്കുന്നത്, സൈൻ ചേഞ്ച് വരുന്നതെങ്കിൽ വി കൺസിഡർ ആസ് ഇറ്റ് ഈസ് എ ലോക്കൽ മിനിമ. ഓക്കെ, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ ലോക്കൽ മിനിമ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ദി ലോക്കൽ മാക്സിമ. Okay, so a point A is called the point of local minima if f dash of x less than 0 and x less than a. Okay, നമ്മൾ ഫ്രം നേരത്തെ ചെയ്ത പോലെ തന്നെ സി ഇ ജി അല്ലേ? സി ഇ ജി ആർ ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മിനിമ. ഓക്കെ, നെക്സ്റ്റ് കേസ് 3, if the derivative of a function f does not change sign in the neighborhood of the critical point A, then the point A is called as the point of inflection.
ഓക്കെ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോസിറ്റീവ് ടു നെഗറ്റീവിലേക്ക് ചേഞ്ച് സംഭവിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് സൈൻ ചേഞ്ച് വരും അല്ലേ. അങ്ങനെയുള്ള സമയത്ത് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നേച്ചർ ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്നത് അതിൻ്റെ നൈബർഹുഡ് ക്രിട്ടിക്കൽ പോയിന്റിൽ നൈബർഹുഡ് വാല്യൂസിന് എന്ത് സംഭവിക്കുന്നില്ല, ചേഞ്ചസ് ഇല്ല, സൈന് ചേഞ്ച് സംഭവിക്കുന്നില്ല. രണ്ടും പോസിറ്റീവ് ആവാം ഓർ ബോത്ത് വിൽ ബി നെഗറ്റീവ്. സോ ഇറ്റ് ഈസ് കോൾഡ് ദി പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. Okay, so nature of the function remains the same in the neighborhood of A. അല്ലേ, അപ്പോൾ nature of sign എന്ന് പറയുന്നത് എന്തായിരിക്കും, it will be same, both positive or both will be negative. Okay, then point of A is called the neither point of maxima nor minima. അല്ലേ, അപ്പോൾ A എന്നുള്ള പോയിന്റ് നമുക്ക് എന്താ പറയുക, neither maxima nor minima. ഓക്കെ, സോ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലെക്ഷൻ ഓഫ് എ എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ഇൻ ദ നൈബർഹുഡ് ഓഫ് എ അല്ലേ. അവിടെ നൈബർഹുഡ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം, രണ്ടിലും നൈബർഹുഡ് കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ഓർ ബോത്ത് വിൽ ബി ലെസ് ദാൻ 0. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ദി പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ഡു എ പ്രോബ്ലം ബേസ്ഡ് ഓൺ ദി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. Okay, first question, find all points of local maxima and local minima of the function f given by f of x is equal to x cube minus 3x plus 3. അല്ലേ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1 എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 3. ഈ ഫംഗ്ഷൻ്റെ എല്ലാ ലോക്കൽ മാക്സിമം ഉള്ള പോയിന്റും ലോക്കൽ മിനിമം ഉള്ള പോയിന്റും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ ഫംഗ്ഷൻ f of x is equal to, okay, x cube minus 3x plus 3. Okay, then next we have to find out the first derivative, f dash of x. f dash of x is equal to 3x square minus 3 plus 3 derivative, that will be 0. That means f dash of x is equal to 3x square minus 3. Okay, the next step we have to write f dash of x is equal to 0 implies 3 into, from this f dash of x is equal to 0 means what, 3x square minus 3 equal to 0. Okay, from this we can take 3 outside, means it will come x square minus 1 is equal to 0. Okay, therefore 3 into x square minus 1 means what, x plus 1 into x minus 1 is equal to 0. So we can write from 3 we can take right side, means it will come x plus 1 equal to 0 or x minus 1 is equal to 0. From this we can write x is equal to x plus 1 is equal to 0, then x is equal to minus 1, or we can write x minus 1 is equal to 0. From this we can write x is equal to 1. Okay, so f dash of x means we can write 3 into 3x square minus 3 means we write 3 into x plus 1 into x minus 1. ഓപ്പൺ 3 ഔട്ട്സൈഡ് എടുത്തു, ഇതുപോലെ സ്റ്റെപ്പ് ചെയ്തപ്പോൾ 3 ഔട്ട്സൈഡ് എടുത്തു, ഇൻസൈഡ് എക്സ് സ്ക്വയർ മൈനസ് 1 ഉണ്ട്. സോ എക്സ് സ്ക്വയർ മൈനസ് 1 വി ക്യാൻ റൈറ്റ് 1 x plus 1 into x minus 1. Okay, now we got the values of x. X is equal to minus 1 and x is equal to 1. That minus 1 and 1 is called the critical points. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, a is the critical point എന്ന് പറഞ്ഞു. എന്നിട്ട് എയുടെ നൈബർഹുഡ് വാല്യൂസ് നമ്മൾ കൺസിഡർ. അപ്പോൾ ഇവിടെ രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് 1, x is equal to minus 1. The second one is 1, x is equal to 1. ഓക്കെ, ഇനി ആ ക്രിട്ടിക്കൽ പോയിന്റ്സിൻ്റെ നൈബർഹുഡ് വാല്യൂസ് നമുക്ക് കൺസിഡർ. ആദ്യം നമ്മൾ ലെഫ്റ്റ് പോയിന്റ് കൺസിഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു കൺസിഡർ ആസ് ദ റൈറ്റ് പോയിന്റ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കൂ, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ആണ്. മൈനസ് 1 എന്നുള്ള പോയിന്റിൻ്റെ ലെഫ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെ വരാം നമുക്ക്? അതിൻ്റെ ലെഫ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ലെഫ്റ്റ് പോയിന്റ് വി കൺസിഡർ ആസ് -1.1 അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ള -1 എന്നുള്ള പോയിന്റിനെ കൺസിഡർ, ലെഫ്റ്റ് പോയിന്റ് വി കൺസിഡർ ആസ് എഫ് ഓഫ് -1.1. Okay, then the right point means it will come f of 0 minus 0.9. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 എന്നുള്ള ക്രിട്ടിക്കൽ പോയിന്റിൻ്റെ എഫ് ഓഫ് -1, അതായത് ലെഫ്റ്റ് പോയിന്റും റൈറ്റ് പോയിന്റും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് പോയിന്റ് കൺസിഡർ ചെയ്യുക എഫ് ഓഫ് എഫ് ഡാഷ് ഓഫ് എഫ് ഡാഷ് ഓഫ് -1.1ഉം എഫ് ഡാഷ് ഓഫ് 0.9ഉം കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി അറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 into x plus 1 into x minus 1 ആണ്. അപ്പോൾ അതിൽ എഴുതൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, ഗസ് ചെയ്താൽ മതി എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്നുള്ള കേസ്. ഓക്കെ, അപ്പോൾ -1.1 ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ആണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇവിടെ -1.1 നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ -1.1 കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ -1.1 + 1 പറയുമ്പോൾ -0.1 വരിക അല്ലേ. ഇവിടെ ആണെങ്കിലോ -1.1 കൊടുക്കുമ്പോൾ -2 എന്ന് വരും. അപ്പോൾ രണ്ട് ടേമും എന്ത് വരും? നെഗറ്റീവ്സ് വരും. ഇതും നെഗറ്റീവ് ആണ്, ഇതും നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് മീൻസ് വെച്ച് വെൽക്കം ഇറ്റ് വിൽ ബി പോസിറ്റീവ്. അതായത് f dash of -1.1 the term will be 3 into negative into negative. The term will be positive ആയിരിക്കും. That means greater than 0 ആയിരിക്കും. റൈറ്റ്. ഇനി അതിൻ്റെ ലെഫ്റ്റ് പോയിന്റ് എടുക്കുക, റൈറ്റ് പോയിന്റ് എടുക്കുക അല്ലെ, -0.9 -0.9 വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ -0.9 + 1, സോ ദാറ്റ് വിൽ ബി പോസിറ്റീവ്. സോ ഹിയർ ഈസ് വിച്ച് വിൽ കം -0.9 -1 അല്ലേ. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇതെന്താ വരും? നെഗറ്റീവ്. സോ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ടേം മീൻസ് വിച്ച് വിൽ കം ദാറ്റ് വിൽ ബി നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് മീൻസ് വാട്ട്? ലെസ് ദാൻ 0. നെഗറ്റീവ് മീൻസ് വാട്ട്? ലെസ് ദാൻ 0. അപ്പോൾ റൈറ്റ് പോയിന്റും ലെഫ്റ്റ് പോയിന്റും റൈറ്റ് പോയിന്റ് ഇട്ട് കൊടുക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈൻ ചേഞ്ച് ചെയ്യണത് അല്ലേ. എവിടുന്ന് എവിടേക്കാണ് സൈൻ ചേഞ്ച് ചെയ്യേണ്ടത്? പോസിറ്റീവ് ടു നെഗറ്റീവ്. ദ സൈൻ ചേഞ്ചസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് മീൻസ് ഇറ്റ് ഈസ് കോൾഡ് ദി ലോക്കൽ മാക്സിമ. Okay, it is called the local maximum. Okay, it is called the local maximum. ഏത് പോയിന്റിൽ അപ്പോൾ ലോക്കൽ മാക്സിമം ആയത്? x is equal to -1 എന്നുള്ള ഫംഗ്ഷനിലെ പോയിന്റ് ഈസ് ഫംഗ്ഷൻ ഈസ് കോൾഡ് ദി ലോക്കൽ മാക്സിമം അല്ലേ. ലോക്കൽ മാക്സിമം അറ്റ് x is equal to -1. ഇനി മാക്സിമം വാല്യൂ കാണണം. അപ്പോൾ ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് f of -1. Okay, അപ്പോൾ ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് f of -1. Therefore f of -1 is equal to f of x is equal to what? x cube minus 3x plus 3 അല്ലേ. That means -1 cube minus 3 into -1 plus 3. Okay, so which is equal to -1. -3 into -1 is called +3 അല്ലേ. So -1 plus 6 -1 plus -6 is equal to 1, 5. That f of -1 equal to we got 5. Therefore, local maximum value is 5. Okay, so one more critical point is here, that is 1. X is equal to 1. Then next we have to find out x is equal to 1. Okay. So next critical point, x is equal to 1. So x is the critical point. We can take the neighborhood values of 1. Okay. So left point we can consider means which will come is that is 0.9. Okay. 0.9. Right point we can consider as means which will come 1.1 അല്ലേ. സോ 0.9 ആവുന്ന സമയത്ത് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ നോക്കൂ, എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0.9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0.9 + 1 അത് 1.9 വരും അല്ലേ. ഇവിടെ 0.9 - 1. സോ 0.9 - 1 മീൻസ് ഇറ്റ് വിൽ കം ദാറ്റ് വിൽ ബി നെഗറ്റീവ്. സോ ദിസ് ടേം വിൽ ബി പോസിറ്റീവ്, ദിസ് ടേം വിൽ ബി നെഗറ്റീവ്. സോ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വിൽ ബിക്കം ഇറ്റ് ഈസ് എ നെഗറ്റീവ് ടേം അല്ലേ. അതായത് 0.9 എന്നുള്ള കേസിൽ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ വിൽ ബി നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് മീൻസ് വാട്ട്? എസ് ഇറ്റ് is less than 0. Okay, the next right point നമ്മൾ substitute ചെയ്യണം 1.1 അല്ലേ. So 1.1 in the case f dash of x എന്ന് പറയുന്നത് നോക്കൂ 1.1. So 1.1 plus 1 means it will be positive. 2.1 ആണ് positive. Here also 1.1 minus 1. That will be also positive. 0.1 വരും അല്ലേ. So 2 term will be positive. So f dash of x term positive ആണ്. That means greater than 0. Okay, അപ്പോൾ ലെഫ്റ്റ് പോയിന്റ് ലെസ് ദാൻ 0, നെക്സ്റ്റ് പോയിന്റ് എന്താ? ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് ദ സൈൻ വിൽ ബി ചേഞ്ചസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലേ. നെഗറ്റീവ് ടു പോസിറ്റീവ് മീൻസ് ദ ഫംഗ്ഷൻ ഈസ് വാട്ട്? ലോക്കൽ മിനിമം. Okay, so function f is local minimum at x is equal to 1. x equal to 1 ഉള്ള പോയിന്റിലെ ഫംഗ്ഷൻ എന്താണ്? ലോക്കൽ മിനിമം ആണ്. Therefore minimum point is equal to local minimum point is equal to what? f of 1. minimum point എന്ന് പറയുമ്പോൾ പോയിന്റ് അല്ല വാല്യൂ. ഓക്കെ, ലോക്കൽ മിനിമം വാല്യൂ is f of 1. Okay, so f of 1 is equal to substitute ചെയ്യുമ്പോൾ ഒരു 1 cube 1 minus 3 into 1 okay plus 3. That means it will come -3 plus 3 cancel, it will be 1. അപ്പോൾ local minimum at the point x is equal to 1, minimum value is 1. Okay, അപ്പോൾ maximum value നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളത് -1 maximum value is 5. Okay, this is the first derivative test. Clear? Next question. Find all the points of local maxima and local minima
of the function f given by f of x is equal to 2x cube minus 6x square plus 6x plus 5. Okay, so first we have to write f of x. Okay, f of x is equal to what? F of x is equal to 2x cube. 2x cube minus 6x square plus 6x plus 5. Okay, then what is the next step? Yes, we have to find out f dash of x. Okay, so f dash of x is equal to 6x square minus 12x plus 6. Right? Okay, then we have to write 6x square minus 12x plus 6 means we can take a 6 outside. So which will come x square minus 2x plus 1. Okay, that means 6 into x square minus 2x plus 1 means what? Yes, it is x minus 1 whole square. So f dash of x is equal to, we got 6 into x minus 1 whole square. Okay, the next step is f dash of x equal to 0. Okay, so which is equal to 6 into x minus 1 whole square equal to 0. From this we can write x minus 1 whole square is equal to 0. Therefore, x minus 1 is equal to 0, then x is equal to 1. Okay, so here only one value we got. That is what? X is equal to 1. So that means x equal to 1 ഉള്ള ഒരേ ഒരു critical point മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളത്. Okay, then next we have to find out the neighborhood values of 1. Which are the neighborhood values of 1? Left point we consider as 0.9, the right point we got 1.1. Okay, so f dash of x. F dash of x, the f dash of 0.9 നമ്മൾ substitute ചെയ്യുന്ന സമയത്ത് okay, f dash of x means it will come 6 into x minus 1 whole square. So 0.9 minus 1, that will be negative. Negative whole square means which will come, it will be positive. 6 into a positive term is also positive. That means f dash of x will be positive. That means it is greater than 0. Okay, then next we have to substitute right point, 1.1. So 1.1 means it will come 1.1 minus 1. That will be positive. Positive square is also positive. Into positive 6 means which will come f dash of x is also positive. In this case also the term will be positive. That means greater than 0. Now a turning point undo. Both will be negative. Turning point here. Left point and right point we will get a positive term. So no turning point is here. So that point, that x equal to 1 is not local maxima and not local minima also. So it will be point of inflection. Maxima alla, minima alla, what we can say, it will be point of inflection. Okay, so x equal to 1 is a point of inflection. Okay, it will not be a maxima and local minima. Okay, let's wind up today's session. Do regular practice at home. Bye.